എല്ലാവർക്കും നമസ്കാരം. വണിക ജ്യോതിഷത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് 9 മുതൽ ആഗസ്റ്റ് 15 വരെയുള്ള ആഴ്ചയിലെ വാലഫലമാണ് ഇവിടെ പറയുന്നത്. ഇത് പരമ്പരാഗത രീതിയിലാണ് ഇവിടെ അപഗ്രഥിച്ചിരിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾക്ക് പൊതുവായി ഈ ആഴ്ചയിൽ ഉണ്ടാകുന്ന ഫലമാണ് ഇവിടെ പറയുന്നത്. വ്യക്തികളുടെ ജനനസമയ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് നക്ഷത്രഫലത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടേക്കാം. വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് നേരിട്ട് ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും. അശ്വതി നക്ഷത്രം ദൈവാധീനം ഉള്ളതുകൊണ്ട് പല ആപത്തുകളും ഒഴിഞ്ഞു പോകും. ബന്ധുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും സന്തോഷം ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. മനസ്സിലുണ്ടായിരുന്ന ആകുലതകൾ ഒഴിഞ്ഞു പോകാൻ സമയമെടുക്കും. ചെറിയ ചെറിയ രോഗങ്ങൾ അലട്ടുന്ന മാതിരി തോന്നലുകൾ ഉണ്ടാകും. ശനിയാഴ്ച ഗുണദിനമല്ല. ഭരണി നക്ഷത്രം പ്രവൃത്തികളിൽ ശുഭസൂചകമായ ഗുണാനുഭവം ഉണ്ടാകും. രാത്രിയിലുള്ള യാത്രകൾ ഒഴിവാക്കണം. പുതിയ വസ്തുക്കൾ കയ്യിൽ വന്നു ചേരാൻ ഇടവരും. ബന്ധുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും അരിഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. തിങ്കളാഴ്ച നല്ല ദിനം. കാർത്തിക നക്ഷത്രം പല ജോലികളും ചെയ്യുന്നതിന് ഭയം ഉണ്ടായേക്കാം. പൊതുവെ പ്രവൃത്തികളിൽ ഉദാസീനത നിഴലിക്കും. ഗുരുജനങ്ങളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. ശുഭവാർത്തകൾ കേൾക്കാൻ ഇടവരും. ബുധനാഴ്ച ഗുണദിനം. രോഹിണി നക്ഷത്രം യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നവർ മുറിവുകളോ ചതവുകളോ ഉണ്ടാകാതെ സൂക്ഷിക്കണം. സർക്കാരിൽ നിന്നും നിയമ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലികളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. രോഗങ്ങൾ കരുതിയിരിക്കണം. വ്യാഴാഴ്ച ഗുണദിനം. മകീരം നക്ഷത്രം എതിരാളികൾ പൊതുവെ ശക്തരാകുന്ന കാലമാണ്. മത്സരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലതായിരിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഗുണകരമല്ല. കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ തടസ്സം ഉണ്ടായേക്കും. ധനപരമായി ഗുണകരമാണ്. ബുധനാഴ്ച അത്ര ശുഭകരമല്ല. തിരുവാതിര നക്ഷത്രം അധികാരമുള്ള പദവികൾ ഉദ്യോഗസ്ഥർക്ക് വന്നു ചേരും. കുടുംബസംഗമത്തിലോ സുഹൃത്ത് സംഗമത്തിലോ പങ്കെടുക്കാൻ ഇടവന്നേക്കും. ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്നവർക്ക് അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. ശനിയാഴ്ച ഗുണദിനം. പുണർദം നക്ഷത്രം ഈ ആഴ്ച അമിത ചെലവുകളെ കരുതിയിരിക്കണം. മനസ്സിന് പൊതുവെ സ്വസ്ഥത കുറവ് അനുഭവപ്പെടാം. ചില കാര്യങ്ങളിൽ വിജയം തേടിയെത്തും. സുഹൃത്തുക്കൾക്കിടയിലോ ബന്ധുക്കൾക്കിടയിലോ മതിപ്പുളവാക്കുന്ന അഭിപ്രായങ്ങൾ പറയും. ബുധനാഴ്ച ഗുണദിനം. പൂയം നക്ഷത്രം വാരത്തിൻ്റെ ആദ്യ ഭാഗം പ്രവൃത്തികളിൽ തടസ്സം അനുഭവപ്പെടും. വാരമധ്യത്തോടെ പ്രവർത്തന പുരോഗതി കാണുന്നു. രക്തദൂഷിതമായ രോഗങ്ങൾ അലട്ടിയേക്കാം. അനാവശ്യ ചെലവുകൾ ഉണ്ടായേക്കാം. മനോരോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർക്ക് അസുഖം മൂർച്ഛിക്കാൻ ഇടയുണ്ട്. ബുധനാഴ്ച ഗുണദിനം. ആയില്യം നക്ഷത്രം അമിത ചെലവുകളെ കരുതിയിരിക്കണം. നേത്രരോഗങ്ങളുള്ളവർക്ക് അസുഖം ഗുരുതരമാകാം. പൊതുവെ ഓർമ്മക്കുറവ് അലട്ടുന്ന സമയമാണ്. ജോലിയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായി വന്നേക്കാം. അധികാരമുള്ള പുതിയ പദവികൾ തേടിയെത്തും. കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാകും. ബുധനാഴ്ച ഗുണദിനം. മകം നക്ഷത്രം ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. യാത്രകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ചെറിയ രോഗങ്ങൾ മനസ്സിനെ അലോസരപ്പെടുത്തും. ജോലിയിൽ മെച്ചപ്പെട്ട സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാം. ധനം വന്നു ചേരാൻ ഇടയുണ്ട്. ശനിയാഴ്ച ഗുണദിനം. പൂരം നക്ഷത്രം പൊതുവെ സുഖ അനുഭവങ്ങളുടെ കാലമാണ്. അധികാരം വർദ്ധിക്കുന്ന തരത്തിൽ ജോലിയിൽ മാറ്റമുണ്ടാകും. സമ്പത്ത് ആർജിക്കുന്നതിന് പുതിയ വഴികൾ കണ്ടെത്തും. പുതിയ ബന്ധങ്ങൾ മൂലം ബിസിനസ് മുതലായ സംരംഭങ്ങൾ ആരംഭിക്കും. ശനിയാഴ്ച ഗുണദിനം. ഉത്രം നക്ഷത്രം തൊഴിലിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പുതിയ വസ്തുക്കൾ വാങ്ങാനോ സമ്മാനങ്ങൾ ലഭിക്കാനോ ഇടയുണ്ട്. ഇഷ്ടകാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അവസരം ലഭിക്കും. അനിയന്ത്രിതമായ പണച്ചിലവ് പ്രതീക്ഷിക്കണം. കുടുംബസുഖം അനുഭവിക്കും. ബുധനാഴ്ച ഗുണദിനം. അത്തം നക്ഷത്രം മനസ്സിൽ
വിചാരിച്ച പോലെ പ്രവൃത്തികൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. പുതിയ വസ്തുക്കളോ സമ്മാനങ്ങളോ ലഭിച്ചേക്കാം. കാര്യങ്ങളിൽ വിജയവും മനസ്സന്തോഷവും ഉണ്ടായേക്കാം. പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സമയമാണ്. തിങ്കളാഴ്ച ഗുണദിനം. ചിത്തിര നക്ഷത്രം. ജീവിതത്തിലെ പുതിയ സുഖാനുഭവങ്ങൾ അനുഭവിക്കും. എന്നിരുന്നാലും ജോലിയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായ സന്ദർഭങ്ങൾ വന്നുചേരും. ധനപരമായി ഗുണകാലമാണ്. ചില വിഷയങ്ങളിൽ ഉദ്ദേശിച്ച രീതിയിൽ ഫലം ഉണ്ടായെന്ന് വരില്ല. ബുധനാഴ്ച ഗുണദിനം. ചോതി നക്ഷത്രം. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകാനിടയുള്ള ഭക്ഷണങ്ങളെ ഒഴിവാക്കണം. കാര്യങ്ങളിൽ പരാജയം കാണുന്നു. പ്രവർത്തന മേഖലയിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടാവില്ല. ബുധനാഴ്ച ഗുണദിനം. വിശാഖം നക്ഷത്രം. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരുന്ന ചടങ്ങുകളിൽ പങ്കെടുത്തേക്കാം. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. തൊഴിലിടത്ത് വിഘ്നങ്ങൾ കാണുന്നു. പുതിയ വസ്തുക്കളോ വസ്ത്രങ്ങളോ കയ്യിൽ വന്നുചേരാം. ഉപയോഗിച്ചു കൊണ്ടിരുന്ന സാധനങ്ങൾ കൈമോശം വരാതെ ശ്രദ്ധിക്കണം. ദഹനക്കേട് പോലുള്ള അസുഖങ്ങൾ അലട്ടും. ശനിയാഴ്ച ഗുണദിനം. അനിഴം നക്ഷത്രം. പൊതുവെ സുഖകരമായ കാലമാണ്. മനസ്സന്തോഷം ഉണ്ടാവും. എന്നിരുന്നാലും കൈകാലുകൾക്ക് തളർച്ചയോ വേദനയോ അനുഭവപ്പെടാൻ ഇടവരും. മുറിവുകൾ ഉള്ളവർ മൂർച്ഛിക്കാതെ ശ്രദ്ധിക്കണം. ശനിയാഴ്ച ഗുണദിനം. തൃക്കേട്ട നക്ഷത്രം. ഉഷ്ണസംബന്ധമായ രോഗങ്ങളെ കരുതിയിരിക്കണം. ശത്രുക്കൾ ശക്തി പ്രാപിക്കുന്ന സമയമാണ്. ചില വിഷയങ്ങളിൽ മനസ്സിനെ ദുഃഖം അലട്ടിയേൽക്കാം. രക്തദോഷിതമായ രോഗങ്ങൾ വന്നുപെട്ടേക്കാം. ശനിയാഴ്ച ഗുണദിനം. മൂലം നക്ഷത്രം. കുടുംബ ബന്ധങ്ങളിൽ അറിയാതെ അകൽച്ചകൾ ഉണ്ടായേക്കാം. ചില ജോലികൾ ചെയ്തു തീർക്കാൻ കഴിയാതെ മനസ്സ് വിഷമിക്കും. മനസ്സന്തോഷം കുറയുന്ന കാലമാണ്. കോപം നിയന്ത്രിക്കണം. ധനപരമായി ഗുണമുണ്ടാകും. തിങ്കളാഴ്ച ഗുണദിനം. പൂരാടം നക്ഷത്രം. മനസ്സന്തോഷം തരുന്ന ചില വാർത്തകൾ കേൾക്കാനിടവരും. നേത്രസംബന്ധമായോ ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടായേക്കാം. ചില പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും ഭയം പിന്തിരിപ്പിക്കും. തിങ്കളാഴ്ച ഗുണദിനം. ഉത്രാടം നക്ഷത്രം. ശ്രേഷ്ഠമായ വസ്തുക്കൾ കൈവശം വന്നു ചേരും. ധനപരമായി മെച്ചപ്പെട്ട സമയമാണ്. ആഭരണങ്ങളോ വിശിഷ്ടമായ രത്നങ്ങളോ കിട്ടാനിടവരും. ഇഷ്ടജനങ്ങളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതെ ശ്രദ്ധിക്കണം. ബുധനാഴ്ച ഗുണദിനം. തിരുവോണം നക്ഷത്രം. ജോലിസ്ഥലത്ത് സുഖകരമായ അന്തരീക്ഷം ഉണ്ടാകും. സമ്മാനങ്ങളോ സർട്ടിഫിക്കറ്റുകളോ ലഭിച്ചേക്കാം. ബുദ്ധിസാമർഥ്യം പ്രയോഗിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാകും. ധർമ്മപ്രവർത്തികൾ ചെയ്യാനിടവരും. ദാമ്പത്തിക സുഖം അനുഭവിക്കും. ബുധനാഴ്ച ഗുണദിനം. അവിട്ടം നക്ഷത്രം. സൽക്കാരങ്ങളിലോ വിരുന്നുകളിലോ പങ്കെടുക്കാനും സന്തോഷം അനുഭവിക്കാനും ഇടവരും. സന്താനങ്ങളുടെ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷനോ ഉയർന്ന നിയമനത്തിനോ സാധ്യത കാണുന്നു. യാത്രകൾ പോകുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ശനിയാഴ്ച ഗുണദിനം. ചതയം നക്ഷത്രം. സന്താനങ്ങൾക്കുണ്ടാകുന്ന രോഗാദി ഉപദ്രവങ്ങൾ കാരണം മനസ്സുഖം കുറഞ്ഞേക്കാം. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. പ്രവൃത്തികളിൽ പൂർണ്ണത കൈവരിക്കാൻ കഴിയാതെ വരും. ശനിയാഴ്ച ഗുണദിനം. പൂരുരുട്ടാതി നക്ഷത്രം. പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾക്ക് ഇടവരും. രോഗങ്ങളെ കരുതിയിരിക്കണം. ഗുണകരമായ വസ്തുക്കൾ കയ്യിൽ വന്നു ചേരും. സൽക്കാരങ്ങളിലോ സദസ്സുകളിലോ പങ്കാളികളാകാൻ ഇടയുണ്ട്. മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും ആരംഭിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകും. ബുധനാഴ്ച ഗുണദിനം. ഉത്രട്ടാതി നക്ഷത്രം. നീച സംസർഗം കൊണ്ട് പല ദോഷങ്ങളും വന്നു ചേരും. പനിയോ നീരിറക്ക രോഗങ്ങളോ ഉണ്ടായേക്കാം. യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരും. ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ശനിയാഴ്ച ഗുണദിനം. രേവതി നക്ഷത്രം. നിയമ നടപടികളെ ഭയപ്പെട്ട് കഴിയേണ്ടതായി വരും. പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്ര രൂക്ഷമാകാൻ ഇടയില്ല. ഗൃഹത്തിൽ പുതിയ അലങ്കാര വസ്തുക്കൾ വന്നു ചേരും.
കുടുംബകലഹം ദീർഘിപ്പിക്കാതെ രമ്യതയിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. ശനിയാഴ്ച ഗുണദിനം. ഈ വാരത്തിൻ്റെ ഫലങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടുക. നമസ്കാരം.